നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 3-ാം തീയതി, 1200-ാം ആണ്ട് വൃശ്ചിക മാസം 18-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് മൂലം നക്ഷത്രമാണ്. ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്ക് പാപഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ടാണ് നമ്മൾ ചൊവ്വയെ വളരെ ഭയക്കുന്നതിന് കാരണം. അതായത് ചൊവ്വ അഗ്നികാരകനാണ്, അപകടകാരകനാണ്. അതേപോലെ ചൊവ്വ കേസ് വഴക്കിന് കാരകത്വം വഹിച്ച ഗ്രഹമാണ്. അതുകൊണ്ടാണ് ചൊവ്വയുടെ കാലഘട്ടം നമ്മൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇന്ന് ദിവസം നോക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം അത്ര അനുകൂലപ്രദമല്ല. പലതരത്തിലുള്ള തടസ്സഭാവങ്ങൾ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ ദിവസമല്ല. ഇതിലെല്ലാം ഉപരി നമുക്ക് ഇന്നത്തെ കാര്യം ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യേണ്ട വയ്ക്കാം, അല്ലെങ്കിൽ മാറ്റി വയ്ക്കാം, ഇന്നെന്നുള്ളത് നാളേക്ക് വയ്ക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്. മൂല നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ഒരു വർഷത്തെ കാര്യം നോക്കുമ്പോൾ അപകടങ്ങളുണ്ടാവാം. വാഹന അപകടം വരാം, അഗ്നിയാൽ അപകടം വരാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയാൽ പൊള്ളലുണ്ടാക്കാം. അതുപോലെ യന്ത്ര സാമഗ്രികൾക്ക് നഷ്ടം ഉണ്ടാകാം. അതുപോലെ കേസ് വഴക്കുകളുണ്ടാവാം. ഇതൊക്കെ വരാനിടയുള്ള ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം മൂലനക്ഷത്രക്കാർ, അതായത് വൃശ്ചിക മാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മൂലനക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദോഷത്തെ കുറയ്ക്കാനും, ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരുമെന്നും ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അതിന് അവർ പ്രപഞ്ചശക്തിയെ ഒക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദോഷത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള മാർഗവും അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് മാർഗം നമുക്ക് ചെയ്യണം? ചൊവ്വയെ പ്രീതിപ്പെടണം. ചൊവ്വയുടെ ദേവത എന്ന് പറഞ്ഞാൽ 2 ദേവതകളാണ്. ഒന്ന് സുബ്രഹ്മണ്യസ്വാമി മുരുകനും, മറ്റൊന്ന് ഭദ്രകാളി ദേവിയും. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ, മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. മുരുകന് ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതേപോലെ ദേവീക്ഷേത്രത്തിലും പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ചെയ്യുക. ഇത് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും അയച്ചെങ്കിലും ചെയ്യുക. ചൊവ്വാഴ്ച പൊതുവെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കുക. വ്രതാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഈ ദേവതകളെ ഭജിച്ചുകൊണ്ട് എനിക്കൊരു കഷ്ടതയും വരരുത് എന്ന് അവരവർ വിചാരിച്ചാലേ അവരവരുടെ ദോഷം കുറയ്ക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് വ്രതം. നമ്മൾ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. അന്ന് മത്സ്യമാംസാദികൾ കഴിക്കാതെ, അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധവൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ എന്തു ചെയ്യും? നമ്മളുടെ പോസിറ്റീവ് എനർജി അത്രയും കയറും, നെഗറ്റീവ് പുറന്തള്ളുകയും ചെയ്യും. അല്ലെങ്കിൽ അന്ന് നെഗറ്റീവ് കൂടുതലായിട്ട് കയറുന്ന ദിവസമാണ് ചൊവ്വാഴ്ച. ഇത് ചെയ്തു കൊണ്ടുപോകണം. അതുപോലെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം കിടക്കുമ്പോൾ അപകടങ്ങളോ കേസോ വഴക്കോ ഒന്നും വരാതെ സർവ ശത്രു സംഹാരിയാണ് മുരുകൻ. ശരിക്ക് മുരുകൻ ജ്യോതിഷ ദേവതയാണ്. അപ്പോൾ അത്ര ശക്തനായിട്ടുള്ള ആളായതുകൊണ്ട് മുരുകനെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ അത് മാറും. ഒരു ഐശ്വര്യത്തിന് വേണ്ടി ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ത്യാഗരക്ഷയും കെട്ടിക്കൊള്ളുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് ഉത്തമമായിരിക്കും. രാഹുകാല സമയം വരുന്നത് 3:06 തൊട്ടാണ് രാഹുകാലം തുടങ്ങുന്നത്. ശരിക്ക് 4:32 വരെ രാഹുകാല സമയമുണ്ട്.
അപ്പോൾ 3 മണി മുതൽ ശരിക്കും 4:30 മണി വരെ എന്നുള്ളത് 3:06 തൊട്ട് 4:32 വരെ ഉള്ളൂ. അപ്പോൾ രാവുകാല സമയം ശരിക്കും പറഞ്ഞാൽ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയമായിട്ട് ഏകദേശം മാച്ച് ചെയ്തുള്ള സമയം തന്നെയാണ്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു കാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം 12:14 തൊട്ട് 1:40 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:23 തൊട്ട് 10:48 വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇല്ല, ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. 11:50 തൊട്ട് 12:38 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ റെഡ് കളറ് വസ്ത്രം അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ള കളറ് ധരിക്കുന്നത് നമുക്ക് ഭാഗ്യദായകമായി തീരും. അപ്പോൾ എല്ലാവർക്കും നല്ല സമയമല്ല എങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ച് ഈശ്വര കൃപയാൽ പരാശക്തിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.